ബി.ജെ.പി. നേതാവ് രേഖാ ശർമ്മ അവർ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു പ്രശ്നം ഉന്നയിച്ചു. പ്രശ്നം മറ്റൊന്നുമല്ല, ആശാ വർക്കർമാരുടെ പ്രശ്നം തന്നെയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിൽ അത് ഇത്ര സജീവ ചർച്ചയാകുന്നത്? തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ സമരത്തിലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. ബി.ജെ.പി. നേതാവാണ് രേഖാ ശർമ്മ എന്ന് മറന്നു പോകരുത്. അവർ പറഞ്ഞ വാക്കുകൾ എന്താണോ CIT-യും CPM നേതാക്കളും മന്ത്രി വീണ ജോർജും മന്ത്രിമാരുമൊക്കെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ കാര്യമാണ് രേഖാ ശർമ്മ രാജ്യസഭയിൽ പറഞ്ഞത്. 2 ദിവസം മുമ്പാണ് സുരേഷ് ഗോപി വന്ന് ചില നാടകങ്ങളൊക്കെ അവിടെ കളിച്ചത്. ആ നാടകങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് രേഖാ ശർമ്മ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി വീണ്ടും വീണ്ടും നാണം കെട്ടുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. എന്താണ് ആശാ വർക്കർമാരുടെ പ്രശ്നം? ആരാണ് അത് പരിഹരിക്കേണ്ടത് എന്നൊന്നും മനസ്സിലാക്കാനോ പഠിക്കാനോ തയ്യാറാകാതെ സമരം നടക്കുന്ന സമര കേന്ദ്രത്തിലേക്ക് വരികയും അവരോടൊപ്പം നൃത്തം ചെയ്യുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്ത സുരേഷ് ഗോപിയാണ് നാം കണ്ടത്. തൊട്ടടുത്ത ദിവസവും അദ്ദേഹം വന്നു, കുടയും മഴക്കോട്ടുമായാണ് വന്നത്. എന്നിട്ട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, ഞാൻ പ്രധാനമന്ത്രിയെ ഇക്കാര്യം അറിയിക്കും എന്ന്. പക്ഷേ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയില്ല, ഓഫീസിന്റെ വരാന്തയിലേക്ക് പോലും അടുപ്പിച്ചില്ല. അദ്ദേഹം കേന്ദ്രമന്ത്രി JP നദ്ദയെ കണ്ട് സംസാരിച്ചു. അതിനുശേഷം പുറത്തു വന്ന് പറഞ്ഞു, കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്, സംസ്ഥാനമാണ് ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നത് രേഖാ ശർമ്മയാണ്, BJP-യുടെ നേതാവാണ്. ആ വാക്കുകൾ മാത്രം കേട്ടാൽ മതി, അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി. ഈ സമരം, സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരം അർത്ഥശൂന്യമാണ്. ആ സമരം നടത്തേണ്ടത് രാജ്ഭവന് മുന്നിലാണ്, കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലാണ് എന്ന് വ്യക്തമാകാൻ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. I rise today to bring to the attention of this House a matter of concern. The low wages and lack of financial security for ASHA workers across the country. ASHA workers serve as backbone of our rural and community healthcare system, acting as crucial link between the government and the people. They are responsible for implementing key healthcare initiatives including maternal and child health services, immunization drives, disease prevention program and various welfare schemes. Despite the indispensable role of improving public health, ASHA workers continue to receive meager honorarium that do not reflect the importance of their work. Many of them work tirelessly without fixed salaries, relying only on incentives that are often delayed and insufficient. They lack essential social security benefits such as pension, healthcare system, insurance and maternity benefit, leaving them vulnerable and financially insecure. During the COVID-19 pandemic, ASHA workers played a frontline role in managing health crisis, conducting door-to-door screening, spreading awareness, and ensuring vaccination coverage, often taking great personal risk. Sir, I urge the government to take immediate steps to address the long-standing issue. ASHA workers must be provided with fixed monthly salary in addition to their incentives, ensuring fair compensation for their invaluable services. Moreover, they should be brought under the coverage of social security schemes such as employee state insurance, health insurance to safeguard their future. There is also need to set up structured mechanism to review their wages periodically and address grievances related to the payment delays. Honorable Chairman, sir, I urge the government to take decisive action and increase their salary to ensure that they continue to serve the nation without financial distress. Thank you, sir. എന്താണ് രേഖാ ശർമ്മ പറഞ്ഞത്? രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിർണായക ഇടപെടൽ നടത്തുന്ന ഒരു വിഭാഗമാണ് ആശാ വർക്കേഴ്സ്. രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ ബാക്ക് ബോൺ, നട്ടെല്ലായി പ്രവർത്തിക്കുന്നത് അവരാണ്. പ്രതിരോധ കുത്തിവയ്പ്, കോവിഡ് കാലത്ത്, അതോടൊപ്പം തന്നെ സർക്കാർ പദ്ധതികളും ജനങ്ങളുമായുള്ള ബന്ധം, ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, എവിടെയാണ് ആരോഗ്യ പ്രശ്നമുള്ളത് എന്ന കാര്യം സർക്കാരിനെ അറിയിക്കുന്നത്, എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥരെ, ഡോക്ടർമാരെ അറിയിക്കുന്നത്, ഇങ്ങനെ നിരവധിയായ പ്രവർത്തനമാണ് ആശാ വർക്കർമാർ ചെയ്യുന്നത്. പക്ഷേ അവർക്ക് കൃത്യമായി ശമ്പളമില്ല.
ഇൻസെൻറ്റീവ് വളരെ കുറവാണ്, അവരുടെ ശമ്പളവും ഇൻസെൻറ്റീവും വർദ്ധിക്കണം, അവർക്ക് സാമൂഹിക സുരക്ഷാ പദ്ധതികളില്ല, ഇൻഷുറൻസ് സ്കീമില്ല. അങ്ങനെ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയുടെ നട്ടലായി പ്രവർത്തിക്കുന്ന ആശാ വർക്കർമാർ ദുരിതപൂർണമായ ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ച് നൽകണം, അവർക്ക് ശമ്പളം നൽകണം എന്ന് വെച്ചാൽ അവരെ ജീവനക്കാരായി തൊഴിലാളികളായി അംഗീകരിക്കണം, അവർക്ക് ESI നടപ്പാക്കണം, ഇൻഷുറൻസ് സ്കീം നടപ്പാക്കണം, അവർക്ക് ഇൻസെൻറ്റീവ്, ഇപ്പോൾ നൽകുന്ന ഇൻസെൻറ്റീവ് അവർക്ക് തികയില്ല, അത് കൂട്ടണം, നല്ല ശമ്പളം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം എന്ന് പറഞ്ഞത് BJP നേതാവ് രേഖാ ശർമ്മയാണ്. ആ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. സുരേഷ് ഗോപി, കേരളത്തിലെ BJP നേതാക്കൾ വീണ്ടും വിഡ്ഢികളാകുന്നു എന്നർത്ഥം. കേന്ദ്ര സർക്കാരിനെതിരെ ഒരക്ഷരം പറയാത്ത കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് MPമാരും ഇതൊന്ന് കേൾക്കണം. അല്ലെങ്കിൽ രേഖാ ശർമ്മ പറഞ്ഞതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് വായിക്കണം. അതുമല്ലെങ്കിൽ രാജ്യസഭാ നടപടികൾ യൂട്യൂബിൽ ലഭിക്കും, അതൊന്ന് കാണാനെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം. അത് കൊണ്ടുപോയി സമരം നടത്തുന്നവരെ ഒന്ന് കാണിക്കണം. എന്ന് വെച്ചാൽ എന്താണോ ഇടതുപക്ഷം പറയുന്നത്, എന്താണോ CITU പറഞ്ഞത്, അത് തന്നെയാണ് രേഖാ ശർമ്മ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. പൊളിഞ്ഞു വീണത് പ്രതിപക്ഷത്തിന്റെ മുഖം മൂടിയാണ്, സമരക്കാരുടെ മുഖം മൂടിയാണ്. അതിനേക്കാളുപരി സമരപ്പന്ത് സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന BJP നേതാക്കളുടെ മുഖം മൂടിയാണ്. സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് ഒന്നുകൂടി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നർത്ഥം. അത്രമാത്രം നിലവാര തകർച്ച സുരേഷ് ഗോപിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹം വരുന്നു, കുട കൊടുക്കുന്നു, മഴക്കോട്ട് കൊടുക്കുന്നു, സമരക്കാരുടെ കൂടെ നൃത്തം ചെയ്യുന്നു. ഞാനിതാ ഇക്കാര്യം കേന്ദ്രമന്ത്രിയെ അറിയിക്കുമെന്ന് പറയുന്നു, പ്രധാനമന്ത്രിയെ കാണും എന്ന് പറയുന്നു. പക്ഷേ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, വരാന്തിയിൽ പോലും കയറാൻ കഴിഞ്ഞില്ല. കേന്ദ്രമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, ഒളിച്ചോടി. പിന്നീട് കേരളത്തിലേക്കേ വന്നിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അത് പരിഹരിക്കുക, ആരാണ് പ്രശ്നം പരിഹരിക്കേണ്ടത് എന്ന് നോക്കാതെ ചാടി വീണാൽ ഇതാണ് അവസ്ഥ. മെല്ലെ മെല്ലെ മുഖം രക്ഷിക്കാൻ BJP നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം കോൺഗ്രസ് നേതാക്കളും MPമാരുമൊക്കെ മെല്ലെ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ പാർലമെന്റ് തന്നെ കണ്ടു. അത് മറ്റൊരു വീഡിയോയിൽ പ്രേക്ഷകർക്ക് കാണാം.